ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ WCCയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ ആരിഫ കിച്ചൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവർ ഞാനും പിന്നെ നമ്മുടെ മിസ്രിയ കിച്ചൻ ഉണ്ട്, ബദ്രൂസ് വ്ളോഗ് ഉണ്ട്, നമ്മുടെ മാമൂസ്തൊക്കെ ഉണ്ടോ അവരുണ്ട്, അതുപോലെ ഷുഹൈല, ഇന്ദു ക്രാഫ്റ്റ് പറഞ്ഞ ചാനൽ ഉള്ളൊരു കുട്ടി, അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാക്കും ഒപ്പം ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അവർ അരിഫ അവരൊക്കെ അടുക്കളയിൽ എന്തൊക്കെയോ പരിപാടിയിലാണ്. അപ്പോൾ ഞാനൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ വന്ന ഒരു രസത്തിനൊരു വീഡിയോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ ആ ഹാളിൽ നിൽക്കുന്ന ചെറിയ മോൻ നമ്മുടെ ബദ്രുവിൻ്റെ മോനാണ് കേട്ടോ, മാമൂസിൻ്റെ ചെറിയ മോനാണ്. ആൾ നല്ല പുലിയാണ് കേട്ടോ, ആൾ കാണുന്ന പോലെ നല്ല വിക്രസാണ് ആൾ. അങ്ങനെ ഇതാ ഇന്ദുവും അവരൊക്കെ അവിടെ എന്തൊക്കെയോ ചർച്ചയിലാണ്. ഞാനിത് ഇങ്ങനെ അടുക്കളയിലേക്കൊന്ന് വന്നതാട്ടോ. അപ്പോൾ ആരിഫ് അവിടെ നല്ല തിക്കും തിരക്കിലും എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നതല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ എന്തൊക്കെയോ സെറ്റാക്കി വെക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, അത് ഉണ്ടാക്കുന്നത് ഓൾക്ക് തന്നെയാണ്, കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ഞി വെക്കുകയാണ്. അതിപ്പോൾ ഒരു ഉണക്കലൊക്കെ പൊരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കഞ്ഞി ചോദിച്ച കാരണമുള്ളൂ ഉണക്കമീൻ പൊരിക്കണില്ല എന്നും പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ നമുക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ട്, ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളെ മാമൂസൊക്കെ നല്ല വീഡിയോ എടുക്കലിൽ തിരക്കിലാണ് കേട്ടോ, മിസിരി മാമൂസൊക്കെ. അങ്ങനെ ഇതാ മിസിരിയാണ് ബിരിയാണി വിളമ്പണ ആൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ദമ്മ് പൊട്ടിച്ച് റൈസ് വേറെ പിന്നെ ഗ്രേവി വേറെയൊക്കെ ആക്കി വെക്കുകയാണ് ആൾ കേട്ടോ. അപ്പോൾ ആളെ മോളും അടുത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വിളമ്പി മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 7 പേരുണ്ട് കേട്ടോ. നമ്മുടെ സെമി ഉണ്ട്, സെമിറ ഡ്രീം ഉണ്ട്, അതുപോലെ അതാണ് ഇന്ദു ക്രാഫ്റ്റ്, മറ്റേത് ഷുഹൈല, ആരിഫ, അതുപോലെ നമ്മുടെ പിന്നെ മിസിരി, മാമൂസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ സെമീറ ഡ്രീംസിൻ്റെ വീട് കാണാൻ പോകട്ടോ. അപ്പോൾ രാവിലെ എല്ലാവർക്കും പോകേണ്ട തിരക്കിൽ ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് എഴുതിയിട്ട് രാത്രി തന്നെ പോയി. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതാ മുന്നിൽ തന്നെ ഉണ്ട് നമ്മളെ സെമീറാൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നുണ്ട് കേട്ടോ, കാക്കുണ്ട്. അങ്ങനെ അവരെ വീട്ടിലൊക്കെ വന്ന് നമ്മൾ വീഡിയോയിൽ മാത്രം കാണുന്ന വീടും അടുക്കളയും ആൾക്കാരെയും ഒക്കെ ഒരു നേരിട്ട് കണ്ട ഒരു ഇതിലാണ് കേട്ടോ, സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഈ അടുക്കളയൊക്കെ നമ്മളെപ്പോഴും വീഡിയോയിലല്ലേ കാണുക, അപ്പോൾ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഓരോ അഭിപ്രായം കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് കുറച്ച് വത്തക്കയൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരും വയറ് ഫുള്ളാണ് കേട്ടോ, ചോറൊക്കെ കഴിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ സെമീത വത്തക്ക എന്നും പറയും, തണ്ണിമത്തൻ, മധുരം എന്താ പിന്നെ വേറെ എന്തൊക്കെയോ ഒരു പേരൊക്കെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ വത്തക്കയൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഇരുന്ന് കുറേ ഫോട്ടോ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ അത് പിറ്റേ ദിവസം നമ്മുടെ ആരിഫയുടെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പുട്ടിനുള്ള മാവും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ബീഫാണ് കറി, ബീഫ് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മസാല ഒക്കെ ഇട്ട് ഒന്ന് അടുപ്പത്ത് 2 വിസിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ മാമൂസ അവിടെ എന്തൊക്കെയോ പുട്ടിനുള്ള പൊടിയൊക്കെ നനക്കൽ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോവും. ഞങ്ങൾ നേരത്തെ ഇറങ്ങി ചെയ്ത് കേട്ടോ, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങി. അവരൊക്കെ പിന്നെ കുറേ സമയം ആയിട്ടാണ് പോയത്. അങ്ങനെ നമ്മുടെ ബീഫിലേക്കുള്ള മസാല, ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ എല്ലാതും കൂടി ഇട്ടിട്ട് കുഴച്ച് മറിച്ച് വെച്ചിരുന്നു കേട്ടോ. ബീഫ് കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയാല്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് ബസ് കിട്ടിയിട്ടോ. 8:45 ബസ്, 8:10 എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് 8:45 വരെ അവിടെ ഇരുന്ന് നിൽക്കണം കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ബസ് എടുത്തപ്പോൾ എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു സങ്കടവും വേദനയും കരച്ചിലൊക്കെ പാടെ വന്നിട്ടോ, പിരിഞ്ഞു പോവാന്നുള്ളൊരു സങ്കടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.